അങ്ങനെ റൗണ്ട് 11 ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ട് 12 തൊട്ടിട്ട് 6 സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്ന് 4 ടൈംസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് തൊട്ടിട്ട് റൗണ്ട് 13 സിംഗിൾ ക്രോഷേ ഈച്ച്, ഓരോ സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷേ ഈച്ച് ആയിട്ട് ചെയ്യണം. ഓക്കെ, 1 2 3 4 5 6 ഡിക്രീസ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ ഡിക്രീസ് ചെയ്തു. ഇനി ഇങ്ങനെ 2 ടൈംസ് കൂടി ചെയ്യുക. പിന്നെ നെക്സ്റ്റ് റൗണ്ട് 13 സിംഗിൾ ക്രോഷേ ഈച്ച്, ഓരോന്നിലും സിംഗിൾ ക്രോഷേ ചെയ്യുക കേട്ടോ. ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതാ റൗണ്ട് 13 വരെ ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ഞിയെടുത്ത് കുറച്ചായിട്ട് സ്റ്റഫ് ചെയ്യാം കേട്ടോ. കുറച്ചായിട്ട് ഫില്ല് ചെയ്താൽ മതി. ഈ കാലുകളിക്കും ഒക്കെ ആയിട്ട് എത്തണം. ഇതിപ്പോൾ നമ്മൾ കാലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ലെഗ്സിൻ്റെ ഇത് കഴിഞ്ഞ് ഇവിടേക്കൊക്കെ ഈ ഒരു ഭാഗമാകുമ്പോഴേക്കൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്. കുറച്ച് ഫില്ലിങ് കുറഞ്ഞാലും അത് അത്ര ഒരു നീറ്റായിട്ടല്ല, അതൊരു ബണ്ണി ഇങ്ങനെ അധികം ഇതില്ലാത്ത ഒരു ഇതുപോലെ തോന്നും. പഞ്ഞിയൊന്നും ഇല്ലാണ്ട് അധികം എന്താ പറയുക, ആ ഒരു ഇതായിട്ട് തോന്നും. മീൻസ് തടി ഇല്ലാത്ത അങ്ങനെ സ്ലിം ആയിട്ടുള്ളതുപോലെ തോന്നും. അപ്പോൾ നല്ലോണം ഫില്ല് ചെയ്യാതെ കുറച്ച് പാകത്തിന് ഫില്ല് ചെയ്യുക. പിന്നെ അത്യാവശ്യം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാലിക്കൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കട്ടെ. ഇനി നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ഡിക്രീസ് ചെയ്ത് ക്ലോസ് ആവുമല്ലോ, ആ ഒരു ടൈമിൽ ബാക്കിയും കൂടി ഫില്ല് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് റൗണ്ട് 14 വരുന്നത്. റൗണ്ട് 14 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ് ഫസ്റ്റ് വരുന്നത്. 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ്, 1 2. ഇനി ഡിക്രീസ് ആണ്. ഇനി നെക്സ്റ്റ് 5 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ്. നെക്സ്റ്റ് 3 ടൈംസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. 5 സിംഗിൾ ക്രോഷേ ഡിക്രീസ്, അങ്ങനെ 3 ടൈംസ് ചെയ്യാം. 1 2 3 4 5. ഇനി ഡിക്രീസ് ആണ്. ഇനി അതുപോലെ 2 ടൈംസ് കൂടെ ചെയ്യണം. 1 2 3 4 5. ഡിക്രീസ്. One, 2 3 4 5. ഡിക്രീസ്. ഇനി നെക്സ്റ്റ് 3 സിംഗിൾ ക്രോഷേ ബാക്കിയുള്ള 3 സ്റ്റിച്ചസിലായിട്ട് ചെയ്യണം. 1 സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ ആൻഡ് 3 സിംഗിൾ ക്രോഷേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ റൗണ്ട് 14 ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ റൗണ്ട് 15 4 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആയിട്ട് ചെയ്യണം.
ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, വൺ 2 3 4. ഇനി ഡിക്രീസ് ആണ്, ഇങ്ങനെ 4 ടൈംസ് ചെയ്യണം. 1 2 3 4. ഡിക്രീസ്. ഇങ്ങനെ അടുത്ത റൗണ്ട് 15 ഇത് ഫുള്ളായിട്ട് 4 ടൈംസ് ചെയ്യണം. ഇനി 2 ടൈംസ് കൂടെ ചെയ്യണം. പിന്നെ ഇനി അടുത്തതിൽ റൗണ്ട് 16 തൊട്ട് റൗണ്ട് 17 വരെ ഓരോ സിംഗിൾ ക്രോഷ വീതം ചെയ്യണം. അപ്പോൾ അതിൽ ടോട്ടലി 20 സ്റ്റിച്ചസ് വരും റൗണ്ട് 15 കഴിയുമ്പോൾ. അപ്പോൾ റൗണ്ട് 16ഉം 17ഉം 20 സിംഗിൾ ക്രോഷ നമ്മൾ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ റൗണ്ട് 70 വരെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടി ഫില്ല് ചെയ്യാണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഈ റാറ്റിൽ സൗണ്ട് മേക്കർ ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സാധനം ഇതിപ്പോൾ നമുക്കൊരു കവറിലാക്കിയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇനി അതല്ല വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ബാക്കിയുള്ള പോർഷനും കൂടി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ള ഇത് ഡിക്രീസ് ചെയ്തിപ്പോൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെയാണ് നമുക്ക് ഹെഡ് ഫിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്കത് നോക്കാം. ഇത് ലോങ് ടൈലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹെഡ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലോങ് ടൈലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിനി ഒന്ന് വിടെടുത്തു. ഓക്കെ,